ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നമ്മളെ അറിയിക്കേണ്ടത് കമൻറ്റ് ബോക്സിലൂടെയാണ്. സോ അത് നിങ്ങൾ നമ്മളെ എഴുതി അറിയിക്കുക. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോസും കൊണ്ടാണ്. ഇപ്പോൾ ഫുൾ ഫെസ്റ്റിവൽ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കോട്ട് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു നാടിൻ്റെ തന്നെ വിചിത്രങ്ങളായ കലാരൂപങ്ങൾ ഒരരങ്ങിൽ തീർത്തുകൊണ്ട് അത്രയും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളെ അണിനിരത്തിക്കൊണ്ട് നമ്മുടെ കോട്ട് ഫെസ്റ്റ് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നടത്തുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു 3 days പ്രോഗ്രാമാണ്. സോ 2 days സ്റ്റേജ് ഷോസ് അങ്ങനെ എന്തൊക്കെയാണ്. സോ മൂന്നാമത്തെ ദിവസമാണ് ഒരുപാട് കലാരൂപങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറഞ്ഞ സമയം എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും മണിക്കൂറുകളോളം നിന്ന് കണ്ട് കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക പ്രോഗ്രാമും കൂടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കോട്ട് ഫെസ്റ്റ് എന്നാണ് പറയുന്നത്. സോ 2026 ജാനുവരി 19 ഈ വർഷം നടന്നിട്ടുള്ളത്. നിരവധി കലാരൂപങ്ങൾ അണിനിരത്തിക്കൊണ്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയുടെ നിറവിൽ തന്നെയാണ് ഓരോരുത്തരും കൺകുളിർക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. സോ ഫുൾ പടക്കം പൊട്ടിക്കൽ, പൂത്തിരി കത്തിക്കൽ, ഒരുപാട് ആഘോഷങ്ങളും ഇതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഈവനിങ് മുതൽ സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ്. സോ വളരെ ദുഃഖകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം അടിപൊളിയാണ്, ബട്ട് ഇത് എന്തിനാണ് ഇത്ര ടൈം വൈകി ഇറങ്ങുന്നതെന്ന് അറിയില്ല. സോ അത് നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബാക്കി എല്ലാം അടിപൊളിയാണ്. നമ്മൾ ഈവനിങ്ങിലൊക്കെ അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ ടൈം നിന്ന് അത് ഒരു പ്രശ്നമാണ്. സോ ബാക്കിയെല്ലാം അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളെ പുതിയങ്ങാടി അല്ല. സോ പുതിയങ്ങാടി നേർച്ച വേറെയാണ്. ഈ കോട്ട് ഫെസ്റ്റ് നടക്കുന്നത് പയ്യനങ്ങാടിയിലാണ്. പയ്യനങ്ങാടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരൂരിലൊക്കെ എത്തിയ സമയത്ത് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. സോ ദെൻ ഇത് ലാസ്റ്റിൽ നമ്മൾ കല്ലിങ്ങിൽ നിന്നും കൂടെ കുറച്ച് വീഡിയോസ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 11:15, 11:30 അത്ര സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾക്കല്ല ഇത് ബാധിക്കൽ. എൻ്റെ അടുത്ത് കുറച്ച് നമ്മുടെ കൂടെ തന്നെ കുറേ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 8:30-9 മണി ആയപ്പോൾ തന്നെ അവരൊക്കെ എന്താ പറയുക, ഫുള്ള് ഉറക്കത്തിലോട്ട് അങ്ങോട്ട്, അവർക്ക് കാണാൻ വേണ്ടി വന്ന മക്കൾ ഉറങ്ങിപ്പോവുകയാണ്. കാരണം നാളെ അവർക്ക് സ്കൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ ഫുഡ് കഴിക്കാണ്ടാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ
എൻ്റെ അടുത്ത് നിന്നിരുന്ന ആളുകളുടെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ക്രൗഡിനൊരു കുറവുമില്ലായിരുന്നു. കുഞ്ഞു മക്കൾ മുതൽ പ്രായമായ മനുഷ്യന്മാർ വരെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എന്നിരുന്നാലും നമുക്ക് കുഞ്ഞു മക്കളല്ലേ, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം ഒന്ന് നോക്കി ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയാവും നമ്മുടെ പ്രോഗ്രാംസ് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ ഏകദേശം ആ ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസ് ആണ്. സോ ഇത് തീരുന്നില്ല, ഒന്നിനു പുറകെ ഒന്നായി അവരെ അനൗൺസ്മെന്റ് പോലെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരൊന്നും ആരാന്ന് പോലും നമുക്കറിയില്ല, പറഞ്ഞിട്ട് കാര്യമുണ്ടോയെന്നും നമുക്കറിയില്ല. ഇനി വരുന്ന കുറേ വീഡിയോസിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഒരു പരിധി വരെ ആസ്വദിക്കാനും കണ്ടിരിക്കാനും എല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ്, നൈസാണ്. ബട്ട് നമ്മളെ ഹെൽത്തിന് നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാവണം നമ്മുടെ ആഘോഷങ്ങളും കാര്യങ്ങളും. സോ വായിൽ ആ സംഭവം ഒഴിച്ചിട്ടാണ് അവരെന്തോ പുറത്തോട്ട് തുപ്പുന്ന പോലെയാണ് അവർ കാണിക്കുന്നത്. പക്ഷേ അത് ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയാലുള്ള ഭവിഷ്യത്തും കൂടെ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരുന്നു. ഇതൊന്നും പറയാൻ ഞാൻ ആരും അല്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. പറഞ്ഞാൽ എടുക്കുന്നവർക്ക് എടുക്കാം, കേൾക്കാത്തവരെടുക്കണ്ട, അത്രയേ ഉള്ളൂ. പക്ഷെ കാണുമ്പോൾ നമുക്ക് അത്ഭുതമായിട്ട് തോന്നാമെങ്കിലും അതിൻ്റെ സൈഡ് എഫക്റ്റും കൂടെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. സോ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ കാര്യമല്ല പറയുന്നത്, അവർക്കത് മെയിൻ്റെനൻസും കാര്യങ്ങളും എല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതെല്ലാം ശ്രദ്ധിച്ചിട്ടാവും അവരിതൊക്കെ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു ചെയ്തു നോക്കാം, അല്ലെങ്കിൽ നമുക്കത് ജസ്റ്റ് എന്താണെന്ന് എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഭയങ്കര ആവേശത്തിൻ്റെ പുറത്ത് ചെയ്യാൻ ഇറങ്ങുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോ ആഘോഷങ്ങളും ആരവങ്ങളും എല്ലാം വേണം നമുക്ക്. എന്നിരുന്നാലും നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള ആഘോഷങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഇവരെ കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്രയും വെയിറ്റുള്ള സംഭവം ഇപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ, അവർ നടന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത്. സോ അത്രയും റിസ്ക്കാണ്. ഓരോ സംഭവത്തിനും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. നമുക്കത് കാണുമ്പോൾ ഭയങ്കര എന്തഭിപ്രായങ്ങളും നമുക്കിരുന്ന് പറയാൻ കഴിയുമെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്രയും അവർ എഫേർട്ട് ഇട്ടിട്ടാണ് ഈ പ്രോഗ്രാംസ് തന്നെ ഇത്രയും വിജയകരമായിട്ട് അവർ നടത്തുന്നത്. സോ ഇത് ഈ വർഷം എന്നല്ല, വർഷങ്ങളായിട്ടുള്ളൊരു സംഭവമാണിത്. നമ്മൾ കാണുന്നതുമാണ്, അടിപൊളിയാണ്. പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ഓവറായാലും അത് അത്ര അടിപൊളിയായിട്ട് നമുക്ക് തോന്നില്ല. എന്നിരുന്നാലും ഒന്ന് ശ്രദ്ധിക്കാം, അത്രേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാണുന്നവർക്ക് ഭയങ്കര കൗതുകമാണ്, ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര രസമാണ്, എല്ലാം ആണ്. ബട്ട് എല്ലാതും ഒരു പരിധി വരെ സൂപ്പറാണ്. അതിൻ്റെ അപ്പുറത്തോട്ടാണ് പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാംസ് കഴിഞ്ഞാൽ നമ്മളൊക്കെ അത് ഒഴിവാക്കി. പക്ഷെ പിന്നീട് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ്, അവരെന്താണ് അനുഭവിക്കുന്നത്, ഇതൊന്നും ആരും അന്വേഷിക്കില്ല. സോ ആ ഒരു ഫെസ്റ്റിവൽ അങ്ങോട്ട് കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. അപ്പോൾ കുറച്ചൊക്കെ നമ്മളും ആരുടെ ലൈഫിലും ഒരു ആഘോഷങ്ങളിലായാൽ പോലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട്
നമ്മൾ ഒരു മനുഷ്യരെയും നശിപ്പിക്കാണ്ടിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. പിന്നെ കുറേ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ ഓരോന്നോരോന്നായി കാണുന്നുണ്ട്. സോ ഞങ്ങളുടെ നാട്ടിലൊക്കെ പന്തം മിന്നൽ എന്നൊക്കെ പറയും. ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം അടിപൊളിയായിരുന്നു. കുറേ മനുഷ്യരുണ്ടായിരുന്നു. ഇത്ര മനുഷ്യന്മാരൊന്നും നമ്മൾ ഒരിക്കലും ഉണ്ടാവും നമ്മൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. ബട്ട് നല്ല ക്രൗഡായിരുന്നു. സോ ഇനി ഇതിൽ വരുന്ന വീഡിയോസിൽ ഇതിനേക്കാളും ക്രൗഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ മാലാഖ അടിപൊളിയായിരുന്നു. ഒരുപാട് അപ്പം എൻ്റെ അടുത്തുള്ള കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, നല്ല ഭംഗിയുള്ള മാലാഖമാർ എന്നൊക്കെ. അപ്പോൾ അടിപൊളിയാണ്. സോ കുറേ കാര്യങ്ങൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓരോ സംഭവത്തിലും അത്രയും അവർ എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മുടെ മുന്നിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ അതത്രയും അടിപൊളിയാണ്, സൂപ്പറാണ്. പിന്നെ ഒരു ചേട്ടൻ, ആരാണോ എന്താണോ ഒന്നും അറിയില്ല, ആള് ഭയങ്കര തൊപ്പിയൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇതുപോലെ നമ്മളെ കുട്ടീസ് ഫുൾ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കോട്ട് ഫെസ്റ്റ് വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഡ്രോണൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. ആരൊക്കെ എടുത്തോ എന്തോ, ഇതൊക്കെ എവിടെ വരാന്ന് പോലും അറിയില്ല. അതുപോലെ തന്നെ ഫുള്ള് ഇവരൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഈ സംഭവത്തിനെ കൊണ്ടുപോകുന്നത്. ഫുള്ള് അവർ കൊണ്ടുവരുന്ന ഓരോ ആളുകളെയും അവർ പ്രൊട്ടക്റ്റ് ചെയ്ത്, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണ്. സോ അവരെ പരിഗണിക്കുന്നതും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും, അതിനിടയിൽ ഒരുപാട് ആംബുലൻസ് തലങ്ങും വിലങ്ങും പോകുന്നുണ്ട്. സോ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണോ ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മളവിടെ വന്ന് നിൽക്കുന്നത് മുതൽ ഞാൻ ഈ വീഡിയോ എടുക്കാണ്ടിരിക്കുന്ന സമയത്തും ഇതുപോലെ ആംബുലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. സോ എന്താണെങ്കിലും നല്ലത് മാത്രം സംഭവിക്കട്ടെ, അത്രയും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളിവിടെ നിൽക്കുന്നവർക്കൊക്കെ ഭയങ്കര ആഘോഷം കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അതും ഒരു ജീവനാണ്. അതൊക്കെ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ അതും കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അടിപൊളിയാണ്, അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ അതും കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വേവലാതിയാണ്. ആരാണോ എന്താണോ ഒന്നും നമുക്കറിയില്ലെങ്കിലും അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥന വരാനുണ്ട്. അതിനോളം പ്യുവറായിട്ടുള്ളൊരു സംഭവം വേറെ ഇല്ല ഈ ഭൂമിയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ നെറ്റിപ്പട്ടൊക്കെ കിട്ടിയ കുറേ ഗജവീരന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 6 ആളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് കാണാനാണ് എല്ലാവരും വെയിറ്റിങ്. ഈ സ്ഥലത്ത് നിന്നപ്പോഴും നമ്മൾ ഈ രണ്ടാമത് പോകുന്ന സ്ഥലത്തും എല്ലാം കുട്ടികൾ വെയിറ്റിങ് നമ്മുടെ ആനനെ കാണാൻ വേണ്ടിയിട്ടാണ്. സോ എത്ര ആനകളുണ്ട്, എങ്ങനെയാണ് ആനകൾ വരുന്നത്, ആനൻ്റെ പുറത്ത് ആളുകൾ ഉണ്ടാവും, ഇതൊക്കെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ഭയങ്കര ക്യൂരിയസ് ആണ് അവരുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ. നമ്മളതൊക്കെ കണ്ടു. പാപ്പാന്മാർ അവരെ ഭയങ്കര ഭദ്രമാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്.
പിന്നെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഓരോ മനുഷ്യന്മാരും കേട്ടോ, അത് പാപ്പാന്മാര് ആനകളാണെങ്കിൽ മനുഷ്യന്മാരെ നോക്കാനും അവിടെ മനുഷ്യന്മാരുണ്ട്, അവരും ശ്രദ്ധിക്കുന്നുണ്ട്. അത്രയും ഗ്യാപ്പും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്, കുറച്ച് ഇറങ്ങി നിന്നോളൂ എന്നൊക്കെ. വളരെ ഇതൊക്കെ വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. സി ഈ പ്രോഗ്രാം ഈവനിങ്ങിൽ കോർട്ട് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് ഗ്രൗണ്ടിൽ പോയി കണ്ടവരാരൊക്കെയെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഇത് നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതുപോലെ തന്നെ നമ്മുടെ തിരൂരിൽ നിന്നിട്ട് ആരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എവിടേക്ക് നിന്നിട്ടാണ് നമ്മുടെ കോർട്ട് ഫെസ്റ്റ് കണ്ടത് എന്നുള്ളത് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിരിക്കും കോർട്ട് ഫെസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിനിടയിൽ അവിടെ പറയുന്നത് കേട്ടു, ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന കുതിരസവാരി എന്തോ, അതായത് കുതിരൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സോ ആൾക്ക് പെട്ടെന്ന് എന്തോ പ്രശ്നം വന്നു, ഇത് ക്യാൻസലാക്കി, അവിടെ എന്തോ ഇഷ്യൂ ആയി എന്നൊക്കെ കേട്ടു. സോ പിന്നെ നമ്മൾ ആ റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക, നിങ്ങളെ വീഡിയോസൊക്കെ ഒന്നെടുത്ത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ കുഞ്ഞ് ഫാമിലിയിൽ ജോയിൻ ആവുക. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ കുട്ടി ഫാമിലിയിൽ നിങ്ങളും ജോയിൻ ആവുക. നമ്മളെ പാർട്ടായിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ ഇടുന്നതാണ്. സോ നമ്മൾ ഇൻസ്റ്റയിലും നമ്മൾ ഫോളോ ചെയ്യുക, നമ്മൾ റീൽസൊക്കെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ കുട്ടി ഫാമിലിയിൽ നിങ്ങളും ഒരംഗമാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ നമ്മളെ ഫ്രണ്ട്സാണ് നമ്മളെ സ്ട്രെങ്ത്ത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഇതിൽ വരുന്ന നമ്മളെ കുട്ടി ഫാമിലീസ്. സോ അത് ഭയങ്കര സ്ട്രെങ്ത്താണ് നമുക്ക് മുന്നോട്ടുള്ള നമ്മളെ ജേർണിയിലും. സോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോട്ടീസ് ചെയ്ത് തരാനും എല്ലാം. നമ്മൾ അവിടെ കണ്ടത് തിരൂരിൽ നിന്നാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ലിങ്ങൽ നിന്നാണ്. സോ ഈ വർഷം കല്ലിങ്ങൽ നേർച്ചയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. റമളാനൊക്കെ ആയതുകൊണ്ട് മേ ബി അറിയില്ല. റമളാനിൽ തന്നെയാണ് നമ്മളേവരും വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന നമ്മുടെ വൈരങ്കോട് വേല. സോ അതും നമ്മൾ വെയിറ്റിംഗ് ആണ്. കല്ലിങ്ങൽ നേർച്ച നമ്മൾ വെയിറ്റിംഗ് ആണ്. ബട്ട് കല്ലിങ്ങൽ നേർച്ച ഉണ്ടാവുമെന്ന് നോ ഐഡിയ. കണ്ടോ, ലൈറ്റൊക്കെ മങ്ങി തുടങ്ങി സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ തിരൂരിൽ കണ്ടതിനേക്കാളും ക്രൗഡ് ഞാൻ ഇവിടെ ആളുണ്ടാവില്ല എന്ന് വിചാരിച്ചതാണ്. ബട്ട് ഒരു 10:30, 11, 11:15, 11:30 ആ സമയമായിട്ടും ഇവിടെ ഫുൾ ആളാണ്. പക്ഷേ വേണ്ട ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. എന്ത് സംഭവം എന്നറിയില്ല. പോസ്റ്റിലുള്ള ലൈറ്റ് അടിച്ചു പോയതാണോ എന്നൊന്നും അറിയത്തില്ല. നമ്മൾ ബിൽഡിങ്ങിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് എടുത്തത് നമ്മൾ റോഡിൽ നിന്നിട്ടാണ്. നിങ്ങൾ ഫസ്റ്റ് കണ്ട വീഡിയോ തിരൂരിൽ നിന്നുള്ള. കല്ലിങ്ങൽ നമ്മൾ എടുക്കുന്നത് ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നിട്ട് എടുക്കാന്നുള്ള രീതിക്കാണ് നമ്മൾ കയറിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അതിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, പക്ഷെ അടിപൊളിയാണ്. എനിക്ക് ബിൽഡിങ്ങിൻ്റെ മേലെ എനിക്ക് പേഴ്സണലായിട്ട് ഉള്ള അഭിപ്രായം ഞാൻ പറയുന്നുണ്ട് കേട്ടോ. സോ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നിട്ട് എടുത്തത് എനിക്ക് കൊള്ളാം എന്നാണ് തോന്നുന്നത്. പക്ഷേ റോഡിൽ നിന്ന വീഡിയോസും കൊള്ളാമായിരിക്കും അല്ലേ? അത് നിങ്ങളാണ് കേട്ടോ പറയേണ്ടത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ പറയുക.
കുറേ കുട്ടീസും കാര്യങ്ങളും ഫുൾ ഡാൻസ്, ഫുൾ ഓൺ, ഫുൾ പവറായിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ നാട്ടിലത്തെ ഫെസ്റ്റിവൽ എന്തായി, കഴിഞ്ഞോ, തുടങ്ങിയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഇവരെ കൊട്ട് പറയാണ്ടിരിക്കാൻ വയ്യ. അത്രയും 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 എനർജറ്റിക് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു കൊട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ദഫ്മുട്ട് കാര്യങ്ങളുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു. അതും അടിപൊളിയായിരുന്നു കേട്ടോ. അതാണ് നമ്മളെ ഈ ഒരു കോട്ട് ഫെസ്റ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് 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 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ്. ബട്ട് കുറച്ച് എല്ലാവരും ഒരു സെറ്റിലല്ല വരുന്നത്, കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വരുന്നത്. സോ ആ ഒരു ഇതേ ഉള്ളൂ, ബാക്കിയെല്ലാം അടിപൊളിയാണ്. നമുക്ക് അവിടെ നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ ഉറക്കം വന്നിട്ട്, ചെറിയ മക്കൾക്ക് ഉറക്കം വന്നിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട്, ഇതെല്ലാം ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവായിരുന്നു. പക്ഷേ ഇത് ഒന്ന് പോയിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് വരുന്നത്. ഇതെന്താ സംഭവം എന്നൊന്നും അറിയില്ല, അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം എല്ലാവരും ഭയങ്കര ക്യൂരിയോസ് ആയിട്ടാണ് നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. വായിൽ മണ്ണെണ്ണയാണോ പെട്രോളാണോ ഡീസലാണോ എന്നൊന്നും അറിയില്ല, ഒഴിച്ച് അവരിങ്ങനെ പറപ്പിക്കുന്നുണ്ട്. അപ്പം തീ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇത് ഫുള്ള് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആനക്കുട്ടപ്പന്മാരെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഈ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന മക്കൾസൊക്കെ പറയുന്നത് അവർക്ക് ഇതൊന്നും വേണ്ട, ഈ ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഇതൊന്നും അവർക്ക് വേണ്ട, അവർക്ക് ആനനെ കണ്ടാൽ മതി. അവരിങ്ങനെ ചോദിക്കുക അവരെ അമ്മച്ചിമാരെടുത്ത്, എന്താ അമ്മച്ചി ആന വരാത്തത്? ആനക്ക് ഫസ്റ്റ് വന്നോളൂ, ഇവർക്കൊക്കെ ലാസ്റ്റ് വന്നാൽ പോരെ, എന്നാൽ നമുക്ക് വീട്ടിൽ പോവായിരുന്നു എന്ന്. ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആണല്ലോ. സോ പന്തമില്ലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ. പിന്നെ ഈ മനുഷ്യൻ എന്തോ ശരീരത്തിൽ ഇങ്ങനെ തീയൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്, പക്ഷെ കത്തുന്നൊന്നുമില്ല. പിന്നെ വായേണ്ട് ഊതി കത്തിക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ. അപ്പുറത്ത് പിന്നെ പന്തം മിന്നൽ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് പന്തം മിന്നൽ എന്ന് തന്നെയാണോ പറയുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. കണ്ടോ, ഇതൊക്കെ ഭയങ്കര ഭയങ്കര അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ ചെയ്യാത്തതുകൊണ്ടും നമുക്കത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും നമുക്ക് കാണുമ്പോൾ ഏറെക്കുറെ കൗതുകമായിട്ടാണ് തോന്നുന്നത്. അതാണ് കേട്ടോ ഞാൻ പറയുന്നത്. മേ ബി അവരത് ഫുൾ എക്സ്പേർട്സ് ആയിരിക്കും, അതുകൊണ്ടാണ് അവരത്ര സിമ്പിളായിട്ട് ചെയ്യുന്നത്. പ്രാക്ടീസ് ബൈ അവർ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവാം. പിന്നെ ഫുൾ DJ ലൈറ്റ് കാര്യങ്ങൾ സോങ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഇത് ഫുൾ ആളുകളാണ്. സോ ലൈറ്റിങ്ങിൻ്റെ ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ കിട്ടിയത്. പക്ഷെ ഈ സമയത്തൊക്കെ എത്ര ആളെന്ന് പറഞ്ഞാൽ കല്ലിങ്ങ നേർച്ചക്കൊക്കെ ഇതിനേക്കാളും ആളുണ്ടാവും. എന്നിരുന്നാലും കോട്ട് ഫെസ്റ്റിന് ഞാൻ ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ വരുമ്പോൾ ഇത്ര മനുഷ്യന്മാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഏകദേശം അവിടെ 3 hour നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആളൊന്നും വല്ലാണ്ട് ഉണ്ടാവില്ല. പക്ഷേ ഇത് വരാനായി തുടങ്ങിയപ്പോൾ ഫുൾ ആൾ. കണ്ടോ, ചിത്രശലഭങ്ങൾ ലൈറ്റ് കത്തിച്ച് പോകുന്നു. ഇത് ഭയങ്കര അടിപൊളിയായി. ഇപ്പം ലൈറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അറിയാലോ, നമ്മൾ അടുത്തുനിന്ന് എടുക്കുന്നതും ലോങ്ങിൽ നിന്ന് എടുക്കുന്നതും അതിൻ്റേതായ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. കണ്ടു, കല്ലിങ്ങൽ മക്കാം ഈ ഒരു സൈഡിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുള്ള് ഡാൻസും കാര്യങ്ങളൊക്കെ. സോ വേണ്ട
വിധത്തിലുള്ള ലൈറ്റിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണുന്നത്. അത് മാത്രമല്ല അവിടെ ഫുള്ള് ക്രൗഡാണ്. പക്ഷെ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും സൂപ്പറായിരുന്നു. പക്ഷെ വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ കിട്ടിയുള്ളൂ, എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പം ഞാനത് നിങ്ങളെ കാണിക്കുന്നു. എന്തായാലും നമ്മളവിടെ നേരിട്ട് പോയി കണ്ടു. കാണാന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ആരൊക്കെ എവിടൊക്കെ പോയി കണ്ടു എന്നുള്ളത് അവരെ ഈസി വേ പോലെ ഇരിക്കും. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത്ര ഉള്ളടാ. ഓക്കെടാ, ബൈഡാ, താങ്ക് യു സോ മച്ച്, ലവ് യു.